dear children. Welcome back to IT class. I am your Ragi Miss. Hope all of you are safe in your home. Last class we completed our 5th lesson, Computer Mouse. Today we are going to start our new lesson, Computer Keyboard. മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എല്ലാവരും സുരക്ഷിതരായിട്ടല്ലേ വീട്ടിലിരിക്കുന്നേ? IT എക്സാമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എക്സാമൊക്കെ കഴിഞ്ഞല്ലേ? എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പുതിയ ലെസണിലോട്ട് പോകുകയാണ്. അതിനു മുമ്പ് കഴിഞ്ഞ ലെസണിൽ നമ്മൾ പഠിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, കമ്പ്യൂട്ടർ മൗസ്. ഫ്രം ദിസ് ലെസൺ we learn 3 different number of mouses. 2 button mouse, 3 button mouse, 2 button mouse and a scroll wheel. Then we learn wireless mouse. Then we study scroll wheel. Then 3 ways of click. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഈ ലെസണിൽ നിന്ന് പഠിച്ചത്. ഏതൊക്കെയാണ്? ഡിഫറെൻറ്റ് നമ്പർ ഓഫ് മൗസ്. 2 ബട്ടൺ മൗസ് പഠിച്ചു, 3 ബട്ടൺ മൗസ് പഠിച്ചു, 2 ബട്ടൺ ആൻഡ് എ സ്ക്രോൾ വീൽ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? വയർലെസ് മൗസിനെ കുറിച്ച് പഠിച്ചു. പിന്നെ മൗസ് പാഡിനെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞു 3 ways of click. റൈറ്റ് ക്ലിക്ക്, ലെഫ്റ്റ് ക്ലിക്ക് ആൻഡ് ഡബിൾ ക്ലിക്ക്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് നമ്മൾ റൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന റൈറ്റ് ക്ലിക്ക് എന്ന് പഠിച്ചു. ലെഫ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് ക്ലിക്ക് എന്ന് പഠിച്ചു. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? ഡബിൾ ക്ലിക്ക് അല്ലേ? വിത്ത് യുവർ 4 ഫിംഗർ പ്രസ് ദ ലെഫ്റ്റ് ബട്ടൺ 2 times. ലെഫ്റ്റ് ബട്ടൺ 2 times ക്ലിക്ക് ചെയ്യുന്നതിനെ ഡബിൾ ക്ലിക്ക് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ പഠിച്ചത് എന്താണ്? കറക്റ്റ് മെത്തേഡ് ഓഫ് യൂസിങ് എ മൗസ്. മൗസ് എങ്ങനെയാണ് കറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. കീപ് യുവർ റൈറ്റ് ഹാൻഡ് ഓൺ ദ മൗസ്. റൈറ്റ് ഹാൻഡ് മൗസിൽ വെക്കുക. 4 ഫിംഗർ ഓൺ ദ ലെഫ്റ്റ് ബട്ടൺ, ദെൻ 4 ഫിംഗർ ഓൺ ദ ലെഫ്റ്റ് ബട്ടൺ, മിഡിൽ ഫിംഗർ ഓൺ ദ റൈറ്റ് ബട്ടൺ. അങ്ങനെയാണ് നമ്മൾ മൗസ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിച്ചു. പിന്നെ റൈറ്റ് ക്ലിക്കും ലെഫ്റ്റ് ക്ലിക്കും പഠിച്ചു. പിന്നെന്താ നമ്മൾ പഠിച്ചത്? സ്ക്രോൾ വീലിനെ കുറിച്ച് പഠിച്ചു അല്ലേ? സ്ക്രോൾ വീൽ എന്താണ്? നമ്മുടെ പേജിൻ്റെ ആദ്യം മുകളിലുള്ളത് കാണാനും താഴെയുള്ളത് മുകളിലോട്ട് കൊണ്ടുവരാനുമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സ്ക്രോൾ വീൽ. സ്ക്രോൾ വീൽ ഈസ് യൂസ്ഡ് ടു സ്ക്രോൾ ദ സ്ക്രീൻ. നമ്മൾ അത് പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പഠിച്ചത് എന്താണ്? ക്ലിക്കിംഗ് ഓഫ് ദ മൗസ്. വെൻ വി പ്രസ് ദ ബട്ടൺ ഓഫ് ദ മൗസ് ഇറ്റ് ഈസ് നോൺ ആസ് ക്ലിക്കിംഗ് ഓഫ് ദ മൗസ്. ക്ലിക്കിംഗ് ഓഫ് ദ മൗസ് നമ്മൾ പഠിച്ചു. ഇത്രയുമാണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ മൗസിൽ നിന്ന് പഠിച്ചത്. ദെൻ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? നമ്മുടെ പുതിയ ലെസൺ കീബോർഡ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? കീബോർഡ് വീട്ടിൽ കമ്പ്യൂട്ടർ ഉള്ളവരും ലാപ്ടോപ്പ് ഉള്ളവരും എല്ലാവരും കീബോർഡ് എന്താണെന്നുള്ളത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കീബോർഡിലെ കീസിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. കമ്പ്യൂട്ടർ കീബോർഡ്. ഹൗ ഡു വി യൂസ് എ കീബോർഡ് ടു ടൈപ്പ് കമാൻഡ്സ്? ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് കീബോർഡ് ഉപയോഗിച്ച് കമാൻഡ്സ് ഒക്കെ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. A keyboard has many keys that help us to type the commands. കീബോർഡിൽ ഒരുപാട് കീസ് ഉണ്ട്. ആ കീസാണ് നമ്മളെ ടൈപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഏതൊക്കെ കീസാണെന്ന് നമുക്ക് നോക്കാം. ആൽഫബറ്റ് കീ, നമ്പർ കീ, കഴ്സർ കൺട്രോൾ കീ, പിന്നെ ലെഫ്റ്റ് ആരോ കീ, റൈറ്റ് ആരോ കീ. ഇതെല്ലാമാണ് നമ്മൾ ഈ ലെസണിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽഫബറ്റ് കീ. എന്താണ് ആൽഫബറ്റ് കീ? ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫബറ്റ്സ് ഏതൊക്കെയാണ് ആൽഫബറ്റ്സ്? ഒന്ന് പറഞ്ഞേ. ABCD. യെസ്, A to Z വരെയുള്ള ലെറ്റേഴ്സിനെയാണ് ആൽഫബറ്റ് എന്ന് പറയുന്നത്. അപ്പം ആൽഫബറ്റ് കീ എന്ന് പറഞ്ഞാലോ, നമ്മുടെ കീബോർഡിൽ A മുതൽ Z വരെയുള്ള ലെറ്റേഴ്സ് ഉണ്ട്. ആ ലെറ്റേഴ്സിലുള്ള കീസിനെയാണ് എന്ത് പറയുന്നത്? ആൽഫബറ്റ് കീ എന്ന് പറയുന്നത്. ദ ആൽഫബറ്റ് കീ ഷോസ് ലെറ്റേഴ്സ് ഫ്രം A to Z. ആൽഫബറ്റ് കീ എന്താണ് കാണിക്കുന്നത്? ലെറ്റേഴ്സ് A to Z വരെയുള്ള ലെറ്റേഴ്സ് കീബോർഡിലുള്ളതിന് ആണ് ആൽഫബറ്റ് കീ എന്ന് പറയുന്നത്. ദേ ആർ യൂസ്ഡ് ടു ടൈപ്പ് വേർഡ്സ്. ആ കീസ് ടൈപ്പ് ചെയ്താണ് നമ്മൾ വേർഡ്സ്, ഓരോ വേർഡ്സ് ആയിട്ട് നമ്മൾ ആ കീസ് പ്രസ് ചെയ്താണ് നമ്മൾ വേർഡ്സ് ടൈപ്പ് ചെയ്യുന്നത്. ദേ ആർ അറേഞ്ച്ഡ് ഇൻ 3 rows. കീബോർഡിൽ 3 റോയിലായിട്ടാണ് ആൽഫബറ്റ്സ് കീ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3 റോയിലായിട്ട് മൊത്തത്തിൽ A to Z വരെ ഒരൊറ്റ കീയിലല്ല, ഒരു റോയിലല്ല, 3 റോയിലായിട്ടാണ് ആൽഫബറ്റ് കീ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആൽഫബറ്റ് കീ? ആൽഫബറ്റ് കീ ഷോസ് ലെറ്റേഴ്സ് ഫ്രം A to Z. ആൽഫബറ്റ് കീ
ലെറ്റേഴ്സ് A to Z വരെയുള്ള കീസ് ആൽഫബറ്റ് കീബോർഡിലുണ്ട്. ദെൻ ദേ ആർ യൂസ് ടു ടൈപ്പ് വേർഡ്സ്. ദേ ആർ അറേഞ്ച്ഡ് ഇൻ 3 rows. 3 റോസിലായിട്ടാണ് ആൽഫബറ്റ് കീ ഉള്ളത്. അപ്പോൾ ആൽഫബറ്റ് കീയെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നമുക്ക് പിന്നീട് നോക്കാം. നെക്സ്റ്റ് വൺ ഈസ് നമ്പർ കീ. ഇനി എന്താണ് നമ്പർ കീ? നമ്പർ കീ എന്താണ്? ന്യൂമറിക് കീ എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ 1 2 3 4 ആണ് നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ആ നമ്പർ കീ, ആ ന്യൂമറിക് കീ തന്നെയാണ് നമ്പർ കീ എന്ന് പറയുന്നത്. ന്യൂമറിക് പാഡ് എന്നൊക്കെ പറയത്തില്ലേ, ആ കീ ബട്ടണിൽ നമ്പേഴ്സ് കാണിക്കുന്നതിനെയാണ് നമ്പർ കീ എന്ന് പറയുന്നത്. ദ നമ്പർ കീ ഷോസ് നമ്പേഴ്സ് ഫ്രം 0 to 9. 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് നമ്മുടെ കീബോർഡിൽ ഉണ്ട്. ആ നമ്പേഴ്സിനെയാണ് നമ്പർ കീ എന്ന് പറയുന്നത്. ദേ ആർ യൂസ് ടു ടൈപ്പ് ദ നമ്പേഴ്സ്. നമ്പർ കീ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാൻ. ദേ ആർ ലൊക്കേറ്റഡ് അറ്റ് 2 places ഓൺ ദ കീബോർഡ്. നമ്പർ കീ കീബോർഡിൻ്റെ 2 സ്ഥലത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒന്ന് വന്ന് നമ്മുടെ ആൽഫബറ്റ് കീ ഉണ്ടല്ലോ 3 റോയ്സിലായിട്ട്, ആ ആൽഫബറ്റ് കീയുടെ ഏറ്റവും മുകളിലായിട്ട് നമ്പർ കീ ഉണ്ട്. പിന്നെ കീബോർഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ടും നമ്പർ കീ ഉണ്ട്. അപ്പോൾ 2 സ്ഥലത്തായിട്ടാണ് നമ്പർ കീ ഇവിടെ ഇരിക്കുന്നത്. ഒരു കീബോർഡിൽ 2 സ്ഥലത്ത് നമ്പർ കീ ഉണ്ട്. ഒന്ന് ആൽഫബറ്റ്സ് കീയുടെ മുകളിലായിട്ട് തന്നെ നമ്പർ കീ 0 to 9 ഉണ്ട്. പിന്നെ കീബോർഡിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ 0 to 9 നമ്പർ കീ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ പഠിച്ചത്? ആൽഫബറ്റ് കീ പഠിച്ചു. ആൽഫബറ്റ് കീ ഷോസ് ലെറ്റേഴ്സ് A to Z. It is arranged in 3 rows. It is used to type words. Next one is number key. Number key shows numbers from 0 to 9. They are used to type numbers. They are located at 2 places in the keyboard. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കർസർ കൺട്രോൾ കീ. അപ്പോൾ ആൽഫബറ്റ് കീ നമുക്ക് വിശദമായിട്ട് പഠിച്ചു, നമ്പർ കീയും പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന കർസർ കൺട്രോൾ കീ. അതായത് നമ്മുടെ കർസറിനെ കൺട്രോൾ ചെയ്യുന്ന കീയാണ് കർസർ കൺട്രോൾ കീ. ഡു യു നോ വാട്ട് ഈസ് എ ടെക്സ്റ്റ് കർസർ? എന്താണ് ടെക്സ്റ്റ് കർസർ? ടെക്സ്റ്റ് കർസർ ഈസ് എ സ്മോൾ ബ്ലിങ്കിങ് വെർട്ടിക്കൽ ലൈൻ ഓൺ ദ സ്ക്രീൻ. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ ഉണ്ടല്ലോ, മോണിറ്റർ, ആ മോണിറ്ററിൽ ഒരു ബ്ലിങ്കിങ്, ഒരു ചെറിയ വെർട്ടിക്കൽ നീളത്തിലൊരു ലൈൻ വന്നിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് മിന്നി ഇങ്ങനെ നിൽക്കും. ആ നിൽക്കുന്ന ലൈനെയാണ് എന്ത് പറയുന്നത്? കർസർ എന്ന്, ടെക്സ്റ്റ് കർസർ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് കർസർ ഈസ് എ സ്മോൾ ബ്ലിങ്കിങ് വെർട്ടിക്കൽ ലൈൻ ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. അതാണ് ടെക്സ്റ്റ് കർസർ. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ പൊസിഷൻ വേർ ദ നെക്സ്റ്റ് ക്യാരക്ടർ വിൽ ബി ടൈപ്പ്. അതായത് ആ കർസർ വന്ന് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നത് അടുത്തത് നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്, അത് എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, ആ ടൈപ്പ് ചെയ്യുന്നത് എവിടെയാണ്, ആ ഭാഗം കാണിക്കാൻ വേണ്ടിയാണ് കർസർ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു, അടുത്ത് നമ്മൾ നെക്സ്റ്റ് ലൈനിലോട്ടാണ് പോകുന്നതെങ്കിൽ ആ നെക്സ്റ്റ് ലൈനിലോട്ട് കർസർ വന്ന് നിൽക്കും. അവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ദീസ് ആരോ കീസ് ഹെൽപ്പ് us to move the cursor in different direction. ഈ കർസർ കീയാണ് നമ്മുടെ ഇത് കൺട്രോൾ ചെയ്യുന്നത്. എങ്ങോട്ടൊക്കെയാണ് ഈ ആരോ പോകണ്ടേ എന്ന് കൺട്രോൾ ചെയ്യുന്നത് ഈ കർസറാണ്. അപ്പ് ആരോ കീ, അതായത് മുകളിലോട്ട് കൊടുത്തിരിക്കുന്ന ആരോ ആണ് അപ്പ് ആരോ കീ. നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ആരോ കീ. അത് കർസർ റൈറ്റിലോട്ട് പോകാനായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് റൈറ്റ് ആരോ കീയിലാണ്. കർസർ മുകളിലോട്ട് പോകണമെങ്കിൽ അപ്പ് ആരോ കീ നമ്മൾ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് വൺ ഈസ് ഡൗൺ ആരോ കീ. ഡൗൺ ആരോ കീ താഴോട്ട് വരാൻ വേണ്ടി. ലെഫ്റ്റ് ആരോ കീ കർസർ ലെഫ്റ്റിലോട്ട് പോകാൻ വേണ്ടി. അപ്പം ഇതാണ് കർസർ കൺട്രോൾ കീ. അതായത് ആ കർസർ, ടെക്സ്റ്റ് കർസർ ബ്ലിങ്ക് ചെയ്ത് സ്ക്രീനിൽ കാണിക്കുന്നത് മുകളിലോട്ടാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ അപ്പ് ആരോ കീ ക്ലിക്ക് ചെയ്യണം. താഴോട്ടാണ് വരുന്നതെങ്കിൽ ഡൗൺ ആരോ കീ ക്ലിക്ക് ചെയ്യണം. റൈറ്റിലോട്ടാണെങ്കിൽ റൈറ്റ് ആരോ കീ, ലെഫ്റ്റിലോട്ടാണെങ്കിൽ ലെഫ്റ്റ് ആരോ കീ. ഇത്രയും ചെയ്യാനാണ് കർസർ കൺട്രോൾ കീ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെല്ലാമാണ് നമ്മൾ നോക്കിയത്? ആൽഫബറ്റ് കീ എന്താണെന്ന് നോക്കി, നമ്പർ കീ എന്താണെന്ന് നോക്കി, കർസർ കൺട്രോൾ കീ എന്താണെന്ന് നോക്കി. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പ് ആരോ കീ, ഡൗൺ ആരോ കീ, റൈറ്റ് ആരോ കീ ആൻഡ് ലെഫ്റ്റ് ആരോ കീ. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം ഇത്രയും വെച്ച് നമുക്കിവിടെ നിർത്താം. See you next class. Bye.